നമസ്കാരം. സഭയിൽ നിന്നും പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് വീണ്ടും നോട്ടീസ്. പുറത്തു പോയില്ലെങ്കിൽ പുറത്താക്കുമെന്നും നോട്ടീസിൽ മുന്നറിയിപ്പുണ്ട്. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് പുറത്തു പോകുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ഏപ്രിൽ 16 മുമ്പ് സഭയെ അറിയിക്കണമെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്വയം ഒഴിഞ്ഞു പോകാൻ തയ്യാറാണെങ്കിൽ വ്രതമോചനത്തിനുള്ള സൗകര്യങ്ങളെല്ലാം സന്തോഷത്തോടെ സഭ ചെയ്തു തരുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. സിനഡ് തീരുമാനം ലംഘിച്ച് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുവെന്നുമാണ് സിസ്റ്റർക്കെതിരെ ചുമത്തിയ പ്രധാന കുറ്റം. ലോൺ എടുത്ത് കാറ് വാങ്ങിയതും ശമ്പളം മഠത്തിന് നൽകാത്തതും ദാരിദ്ര്യബന്ധത്തിന് വിരുദ്ധമാണെന്നും നോട്ടീസിൽ പറയുന്നു. ലൂസി കളപ്പുര കാനോൻ നിയമപ്രകാരം കന്യാസ്ത്രീകൾ പാലിക്കേണ്ട ചട്ടങ്ങൾ ലംഘിച്ചെന്നും നോട്ടീസ് സൂചിപ്പിക്കുന്നുണ്ട്. കന്യാസ്ത്രീ സമരങ്ങളിൽ പങ്കെടുത്തു എന്നതാണ് ഇതിനു മുൻപ് 2 തവണ നൽകിയ നോട്ടീസിലും പ്രധാന കുറ്റമായി ആരോപിച്ചിരിക്കുന്നത്. ഈ 2 നോട്ടീസിനും സിസ്റ്റർ ലൂസി കളപ്പുര മറുപടിയും നൽകിയിരുന്നു. 2 ദിവസം മുന്നെയാണ് മദർ സുപ്പീരിയർ സിസ്റ്റർ ആഞ്ചലീനയുടെ പക്കൽ ചെന്ന് വിശദീകരണം നൽകിയത്. അത് 5 മിനിറ്റ് മാത്രമായിരുന്നു കൂടിക്കാഴ്ച. അതിനു പിന്നാലെയാണ് സഭ തുടർ നടപടികളിലേക്ക് നീങ്ങിയത്. അതേസമയം സന്യാസം വിട്ട് പോകാനല്ല, സന്യാസവ്രതം തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന് സിസ്റ്റർ ലൂസി കളപ്പുര പ്രതികരിച്ചു. മുൻപ് നൽകിയ നോട്ടീസിനെല്ലാം കാനോൻ നിയമങ്ങളും ചട്ടങ്ങളും ഉദ്ധരിച്ച് തന്നെയാണ് മറുപടി നൽകിയതെന്നും സിസ്റ്റർ ലൂസി കളപ്പുര വ്യക്തമാക്കി. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെയുള്ള കന്യാസ്ത്രീകളുടെ സമരത്തിൽ ശക്തമായി ഇടപെടുകയും സമരത്തിന്റെ നേതൃനിരയിലേക്ക് വരികയും ചെയ്തത് മുതലാണ് സഭ സിസ്റ്റർ ലൂസിക്ക് എതിരായത്. എന്നാൽ സഭയ്ക്കുള്ളിൽ തന്നെ സിസ്റ്റർ ലൂസിയുടെ നിലപാടുകളിൽ 2 അഭിപ്രായങ്ങൾ ഉണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ്.